PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ 26 ഒക്ടോബറിൽ 2024 ഒക്ടോബർ 26 നടത്തിയ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻറ്റ് പരീക്ഷയുടെ അതായത് ഇതിൻ്റെ കാറ്റഗറി കോഡ് 065/2024 066/2024 ഉള്ള PSC പ്രൊവിഷൻ ആൻസർ കീ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം ഇതിൽ എന്ത് ചേഞ്ചസ് ആണ് വന്നേക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആൽഫ കോഡ് A ആണ് ആദ്യം നോക്കണത്. അത് കഴിഞ്ഞ് BCDയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആൻസർ കീ ഫൈനൽ ആൻസർ കീയിലേക്ക് കിടക്കുമ്പോൾ 1 മുതൽ A ആൽഫ കോഡിലെ ചേഞ്ച് ആദ്യം പറയാം. 1 മുതൽ 37 വരെയുള്ള ചോദ്യങ്ങൾ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. പ്രൊവിഷണൽ ആൻസർ കീയിലത്തെ സെയിം ആൻസേഴ്സ് തന്നെയാണ് ഫൈനൽ ആൻസർ കീയിൽ. അതിൽ ഡെലീഷനും ഇല്ല, ചേഞ്ചും ഇല്ല. മുപ്പത്തെട്ടാമത്തെ ചോദ്യം, എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത എന്നുള്ളത്. അത് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള നദി എന്നായിരുന്നു പ്രൊവിഷൻ ആൻസർ കീയിൽ പറഞ്ഞത്. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് പിന്നത്തെ ചേഞ്ച് 39 മുതൽ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ചേഞ്ച് വരുത്തിയിരിക്കണത് നാലാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് റീസണിങ്ങിൽ വ്യത്യസ്തമായത് എഴുതുക എന്നുള്ളത്. അതിൽ ലംബകമായിരുന്നു C ഓപ്ഷൻ പ്രൊവിഷൻ കീയിൽ. ഇപ്പോൾ ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുള്ളൂ. ബാക്കി ചേഞ്ചസ് ഒന്നും PSC വരുത്തിയിട്ടില്ല ഫൈനൽ ആൻസർ കീയിൽ. ഇനി ആൽഫ കോഡ് B ഉള്ളവർക്ക് ഇതിൽ വരുത്തിയേക്കണ മാറ്റങ്ങൾ 35ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിലീറ്റഡ് ആയിരിക്കുന്നത്. അതുപോലെ 92ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആൽഫ കോഡ് C ഉള്ളവർക്കാണെങ്കിൽ 33ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. പിന്നെ ഡിലീറ്റഡ് ആയിട്ടുള്ളത് 90ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇനി ആൽഫ കോഡ് D ഉള്ളവർക്ക് ഇത് ചേഞ്ച് വരുത്തിയിരിക്കുന്നത് 31ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ 88ാമത്തെ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട് പ്രൊവിഷൻ ആൻസർ കീന്ന്. അപ്പോൾ ഇനി 98ലായിരിക്കും ഫൈനൽ മാർക്ക് വരിക. അതായത് വാല്യുവേഷൻ നടത്തുന്നത് 98 മാർക്കിലായിരിക്കും. വേറെ ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് PSC ഫൈനൽ ആൻസർ കീയിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചുകൾ. ബാക്കി 100 വരെയുള്ളതിൽ 2 ഡെലീഷൻ മാത്രമേ ആകെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ 2 ചോദ്യത്തിൻ്റെ മാത്രമേ ചേഞ്ച് വരാനും സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.